നമ്മളെ നാടിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രെയിൻ യാത്ര, ഇതിപ്പോൾ ഒരു പശ്ചിമഘട്ടത്തിലൊക്കെ പോകുന്ന ഒരു ഫീലില്ലേ. നമ്മൾ ഈ ഒരു ഹൈവേൻ്റെ പണി വന്നതിന് ശേഷം മക്കളെ ചളം കോളമായിട്ടുള്ള റോഡല്ലാണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും കാണാനുണ്ടോ? നമ്മളെ നാടിൻ്റെ ഭാഗത്തൊക്കെ കുന്നൊക്കെ ഇടിച്ചിട്ട് കാണാൻ പറ്റൂല, ആ വകയാണ് ഇപ്പോൾ അവസ്ഥ. നമ്മൾ ചെറുത്തൂർ ആ ഭാഗത്തൊക്കെ എന്ന് വെച്ചാൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ ട്രെയിനിൽ പോകുമ്പോൾ ഈ ഒരു ശാന്തസുന്ദരമായ എല്ലാ കാഴ്ച ഉണ്ടല്ലോ, മനസ്സിനും കണ്ണിനും തരുന്ന കുളിർമ പറഞ്ഞറിയിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടെന്നുള്ളത്? അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിലെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. ഈ കാസർഗോഡ് നിന്ന് കുറ്റിയും പറിച്ചിട്ട് നേരെ കോട്ടയത്തേക്ക് വിടുവേ. ഈ കൊച്ചി കണ്ടവന് എന്ത് പറയണ്ട, അച്ചി വേണ്ട. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട. കോട്ടയം കണ്ടവന് എന്തെങ്കിലും വേണ്ട, അതിൽ ചൊല്ലുണ്ട. എനിക്ക് അറിയൂല കേട്ടാ. നമ്മളെ ഭാരതപ്പുഴ ഉണ്ടാ. ഈ 3 കാന്താരികളെയും കൊണ്ടുള്ള യാത്രയാണ് കോട്ടയത്തേക്ക്. തൈക്കേണ്ട ചാമ്പ്യൻഷിപ്പിനാണ് പോക്ക്. ഈ വലത്തേ സൈഡിലിരിക്കുന്ന മോളാണ് എൻ്റെ സ്വന്തം കുട്ടി ദിയ സുനിൽ. അടുക്കത്തത് ഐശ്വി, അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലത് വേദക്കുട്ടി. അങ്ങനെ 3 ചങ്ങായിമാരെയും കൊണ്ടുള്ള യാത്രയാണ്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ പറയാം. ഇത് നമ്മുടെ സ്വന്തം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് സുഹൃത്തുക്കളെ. സോളാറിൻ്റെ പാനലൊക്കെ കണ്ടാൽ നല്ല വൃത്തിയിൽ കാണുന്നുണ്ട്. അപ്പോൾ കുറേ ഫ്ലൈറ്റ് കുറേ ഉണ്ട് അവിടെ. അപ്പോൾ ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ട്. നമ്മൾ ബസ്സൊക്കെ പാർക്ക് ചെയ്താണ് ബസ് സ്റ്റാൻഡിൽ. അതിലൊന്നും എനിക്ക് തോന്നുന്നത് ലാൻഡ് ചെയ്തതാണ്. ഒന്ന് മെല്ലെ ഇങ്ങനെ നീങ്ങി വരുന്നത് കാണുന്നുണ്ട്. അത് ലാൻഡ് ചെയ്തതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് കുറേ കുറേ നല്ല നല്ല കാഴ്ചകൾ ഈ ഒരു ട്രെയിൻ യാത്രയിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിനും കണ്ണിനൊക്കെ കുളിർമ നൽകുന്ന കാഴ്ചകളാണ്. എനിക്ക് തോന്നുന്നു ബസ്സിൽ, ഇപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ ബസ്സിൽ ഇതൊന്നും കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല. ഇപ്പോൾ കുറേ എന്തൊക്കെയോ കഷ്ടനാശം, എന്തൊക്കെയോ വികസനം എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും നമ്മുടെ നാടേ പോയി. പിന്നെയെന്ന് വെച്ചാൽ അവർക്ക് നല്ല ബോറടി ഉണ്ട്. കാരണം ഇത്രയും നേരം ട്രെയിനിലിരിക്കുമ്പോൾ ആർക്കും ബോറടി വരുമല്ലോ. അപ്പോൾ ബോറടിക്ക് മാറി നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുന്നു സ്ഥലത്ത്. കോട്ടയം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് പിന്നെ കോട്ടയത്ത് നിന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല, നമ്മൾ കോച്ചുണ്ടല്ലോ, നമ്മളെ കോച്ച് പയ്യന്നൂരിൽ നിന്നാണ് കയറുന്നത്, നമ്മൾ ചെറുത്തൂരിൽ നിന്നും. അപ്പോൾ നമ്മളെ ഷാജി മാഷും പിന്നെ ബാക്കി 2 മാഷുണ്ട്, സുധീഷ് മാഷും വിപിൻ മാഷും ഒക്കെ കുട്ടികളെ. അപ്പം അവരും ബാക്കി കുറച്ചിലെ പാരൻസും പയ്യന്നൂരിൽ നിന്ന് കയറി, ഞങ്ങൾ ചെറുത്തൂരിൽ നിന്ന് കയറിയവരും എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങനെ ഉറുമ്പൊക്കെ നീങ്ങി പോകുന്നതൊക്കെ വരിയായി സുഗന്ധം പരക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് മക്കളെ കോട്ടയം നമ്മുടെ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് തൈക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പ് അരങ്ങേറുന്ന ആ ഒരു പുണ്യസ്ഥലം എന്ന് പറയുന്നത്. അങ്ങനെ കോട്ടയത്തിലേക്ക് നമ്മളെ വരവേറ്റത് തന്നെ ആ ഒരു കണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ അവസ്ഥ. കോട്ടയം ഇൻഡോർ സ്റ്റേഡിയമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു പ്ലാസ്റ്റിക് ഇങ്ങനെ വലിച്ചെറിയുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക കേട്ടോ. എന്തിനാ ഇങ്ങനെ ഭൂമിയെ നശിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓരോ മനുഷ്യന്മാരെ വിചാരിച്ചാൽ നന്നാവുന്നതേയില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ. അങ്ങനെ അതൊക്കെ പാട്ടെ, നമ്മളങ്ങനെ നടന്ന് അങ്ങനെ ആ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് എത്തി. കാരണം അന്ന് പോയെന്ന് തന്നെ കുട്ടികളെ ഇത് നോക്കണം എന്നാണ് വെയിറ്റ് ദിയെ അണ്ടർ 41 മത്സരിക്കുന്നത്. അപ്പം ചെറിയ എന്തെങ്കിലും ചേഞ്ചസ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നാൽ വെയിറ്റ് കൂടിയാൽ ഇവർക്ക് പറ്റൂല മത്സരിക്കാൻ. 3 ചാൻസ് കൊടുക്കും വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട്. ഓടിയും ചാടിയൊക്കെ ആകുമ്പോൾ കുറച്ച് കുറയും. ഇപ്പോൾ ചെറിയ ഗ്രാമിൻ്റെ വ്യത്യാസമൊക്കെ ആണെങ്കിൽ അങ്ങനെ വെയിറ്റൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഗാലറിയിൽ വന്നിട്ട് ഇരിക്കുക ചെയ്യുന്നു. കാരണം സംസ്ഥാനതല മത്സരമാണല്ലോ. അപ്പം എല്ലാ ജില്ലയിലെ കുട്ടികളുണ്ട്. എറണാകുളം, കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, അങ്ങനെ കുറേ നമ്മുടെ ജില്ലകളിലൊക്കെ ഉള്ള കുട്ടികളാണ് ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടികളൊക്കെ വെയിറ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അത് പാസ്സായാലും നമുക്ക് നേരെ റൂമിലേക്ക് വിടാം. ഒരു സ്ഥലം തപ്പിയിട്ടില്ല, പോക്ക് നോക്കണം. ഇത്രയും കസേര ഉണ്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ, എല്ലാ കസേരൻ്റെ മുകളിലും പ്രാവ് തൂറിയിട്ടിന്. എന്താ അവസ്ഥ അല്ലേ. മാത്രമല്ല അസഹനീയമായ ചൂടാണ് ഇതിൻ്റെ ഉള്ളിൽ. ഗുഹയിലൊക്കെ കയറിയ പോലെ അത്രയും ചൂടെടുത്തിട്ട് ഉഷ്ണേന ശാന്തി എന്ന് പറഞ്ഞ അവസ്ഥയിൽ അത്രയും നേരം കഴിച്ചു കൂട്ടിയത്. അപ്പോൾ നടന്നൊരു സ്ഥലം നമുക്ക് കണ്ടെത്തണ്ടേ. അങ്ങനെ സ്ഥലത്ത് എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് നമുക്കൊന്ന് സ്വസ്ഥാവാമെന്ന് വിചാരിച്ചിട്ടാണ് പരതി നടക്കുന്നത്. അപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. കണ്ട എല്ലാ ഭാഗത്തു നിന്ന് വന്ന കുട്ടികൾ അങ്ങനെ വെയിറ്റൊക്കെ ടെസ്റ്റ് ചെയ്ത് 3 ആളും പാസ്സായി. ഇനി പിന്നെ നേരെ റൂമിലേക്കില്ല പോക്കാന്ന്. അങ്ങനെ നമ്മൾ കാൽനടയായിട്ട് റോഡ് സൈഡിലൂടെ കോട്ടയത്തിൻ്റെ ആ ഒരു നഗരപ്രാന്തത്തിലൂടെ നമ്മൾ നടന്നു നീങ്ങുകയാണ്.
നടന്ന് നീങ്ങുമ്പോൾ കുറേ ബസ് കണ്ടു, കുറേ കട കണ്ടു, കുറേ ലൈറ്റ് കണ്ടു. അങ്ങനെ കാര്യമായിട്ട് എനിക്ക് കാണാനൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷേ എൻ്റെ നാടിനെ ഞാൻ നല്ല പോലെ മിസ് ചെയ്തു. പല സ്ഥലത്തും പോയ സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മളെ കാസർഗോഡ് തന്നെയാണ് ഏറ്റവും നല്ലതെന്നാണ്. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഒന്ന് ഹോട്ടലിലൊക്കെ കയറിയാൽ ഒടുക്കത്തെ വിലയാന്നേ, സത്യം. നമ്മളെ നാട്ടിലില്ല ആ ഒരു ഭക്ഷണത്തിൻ്റെ വില കുറവൊന്നും വേറെ എവിടെയും ഇല്ല കേട്ടോ, എവിടെയും കിട്ടില്ല. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിച്ച റോസ്റ്റിന് 110, മസാല ദോശയ്ക്ക് 80. നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു മസാല ദോശയ്ക്ക് 55 രൂപയാണ്. അതൊക്കെ പോട്ടെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്ന് നീങ്ങി നമ്മൾ ആനന്ദ് ലോഡ്ജ്, അതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന ആ ഒരു സ്ഥലം. അങ്ങനെ ആനന്ദ് ലോഡ്ജിലേക്ക് എത്തിയിട്ട് റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമില്ലതാണ്. ബെഡിലൊക്കെ വിശാലമായിട്ട് കിടന്നുറങ്ങാനുള്ള ബെഡുണ്ട്, നല്ല വിശാലമായ അലമാരയുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ എന്താ പറയാനുള്ളത്, അങ്ങനെ ഞാനും എന്ത് ചെയ്യും, ഒന്ന് നല്ലപോലെ ദീർഘനിശ്വാസം എടുത്തു. കാരണം നല്ലപോലെ ടയേർഡായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് നമ്മളെ റൂം. അപ്പോൾ കുളിച്ച് ഞാനും ദെയ്യും മാത്രമല്ല, ബാക്കി നമ്മളെ കൂടെ ഉണ്ടായിരുന്ന അവളുടെ തീരെ ചങ്കും കാന്താരികൾ. അപ്പോൾ അവരെല്ലാവരും, അമ്മയും അച്ഛനും അവരെയൊക്കെ കുട്ടികളും കുളിച്ച് ഫ്രഷായി. പരിപാടി എന്താണെന്നറിയോ? ഭക്ഷണം കഴിക്കുക, അത്ര തന്നെ. എനിക്ക് ഈ റൂമിൻ്റെ ബാത്റൂം മാത്രം അങ്ങോട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടില്ല. മൊത്തമൊരു വൃത്തിയില്ലായിരുന്നു. ശരിക്കും റെൻറ്റ് അത് അധികമാണോ കുറവാണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. 850 റുപ്യ, അതായത് 850 രൂപയാണ് ഒരു ദിവസത്തേക്ക് വാടക. ഇതാണ് ആ കൂതറ ബാത്റൂം. എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അതൊക്കെ വെള്ളമൊക്കെ ഒരുമാതിരി ഓഞ്ഞ വെള്ളം, കാഞ്ഞ വെള്ളം. പിന്നെന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, അത്ര തന്നെ. അങ്ങനെ നമ്മൾ താഴെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. നെയ് റോസ്റ്റ്, എല്ലാവരും നെയ് റോസ്റ്റ് വാങ്ങിയപ്പോൾ ഞാൻ മസാല ദോശ വാങ്ങി. മസാല ദോശ എൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ. അങ്ങനെ ഇത് പിറ്റേന്ന് രാവിലെ പ്രഭാതത്തിലുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ആനന്ദ് ലോഡ്ജിൽ നിന്നും സൈഡിലേക്കും മുക്കിലേക്കും മൂലക്കേക്കും ക്യാമറ തിരിച്ചപ്പോൾ കാണുന്ന വ്യൂസാണ് നിങ്ങളത്. ഇതൊക്കെയാണ് കാഴ്ചകൾ. വേറെ കാര്യമായിട്ടൊന്നും കാണിച്ചു തരാനില്ല. അങ്ങനെ നടന്ന് നീങ്ങി രാവിലത്തെ തീറ്റ പരിപാടിയാണ് ഈ കാണുന്നത്. എല്ലാവരും മസാല ദോശയാക്കി. അതിൽ ചപ്പാത്തി വാങ്ങിയവരുണ്ട് കേട്ടോ. ചപ്പാത്തി വാങ്ങിയവരുണ്ട്, ഞാൻ മസാല ദോശ വാങ്ങി. അപ്പോൾ എൻ്റെ മസാല ദോശ എന്ന് ജിംറൂട്ടൻ നമ്മളെ വൈകക്കുട്ടീൻ്റെ അനിയനാണ്. വട വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വട ഓന് കൊടുത്തു ജിംറൂട്ടന്. അങ്ങനെ നമ്മൾ കഴിച്ചു. ചപ്പാത്തിയിലൊക്കെ ചട്നി കിട്ടി കേട്ടോ. പക്ഷെ ദീയക്ക് വെള്ള ചട്നി കിട്ടിയില്ല. വെള്ള ചട്നിയും ചുവന്ന ചട്നിയും രണ്ടും കിട്ടിയ ആൾക്കാരാണ് നേരെ എതിർവശത്തിരിക്കുന്നത്. പക്ഷെ ദീയക്ക് കിട്ടിയിട്ടില്ല. ദീയക്ക് 2 മാത്രമേ കിട്ടിയിട്ടില്ലൂ. അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളെയും വെച്ചാൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് നമ്മൾ റിക്ഷയിൽ കയറിയിട്ട് ഈ പോകുന്ന പോക്കാണ് നിങ്ങൾ കാണുന്ന കോട്ടയത്തിൻ്റെ ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്. നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങരയിലെ ആ ഒരു സഞ്ചാരത്തിലെ ആ ഒരു രീതിയിൽ പറയണോ അല്ലേ? അങ്ങനെ പറയാൻ പറ്റിയിരുന്നെങ്കിൽ നല്ല രസമുണ്ടാവട്ടെ. ഇനി ആളൊഴിഞ്ഞ നിരത്തിലൂടെയുള്ള യാത്ര വളരെ വളരെ മോശമായി തോന്നിയില്ല. എന്നിരുന്നാലും ഒരു പച്ച ബസ് കണ്ടപ്പോൾ മനസ്സിൽ എന്തെന്നില്ലാത്ത ആനന്ദം തോന്നി. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പച്ച ബസ് എവിടെ കണ്ടിട്ടില്ല. ഈ ലിമിറ്റഡ് സ്റ്റോപ്പ് സാധാരണ ബസ് അതിനൊക്കെ കളറുണ്ടല്ലോ, നീല കളറ് നോർമൽ ചില സ്റ്റോപ്പിൽ നിർത്തുന്നത്, ചുവപ്പ് ലിമിറ്റഡ് സ്റ്റോപ്പാണ്. ഈ പച്ച എന്തിയ സംഭവം അറിയില്ല കേട്ടോ. പച്ച കളറിലെ ബസ് നമ്മൾ കാസർഗോഡ് ജില്ലയിൽ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ നമുക്ക് മനസ്സിന് സമാധാനമേകുന്ന തരത്തിലുള്ള കുറച്ച് മരങ്ങളൊക്കെ കണ്ടു. അങ്ങനെ കോട്ടയത്തിൻ്റെ നഗരപ്രാന്തത്തിലൂടെ കാസർഗോഡിലെ 2-3 ജില്ലാടികൾ അങ്ങനെ റഷ്യയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയി നമ്മൾ സ്റ്റേഡിയത്തിലെത്തിയിരിക്കുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി വാസവൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവരൊക്കെ സന്നിഹിതരാണ് വേദിയിൽ. അപ്പോൾ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മത്സരം പെട്ടെന്ന് തുടങ്ങി. ഇത് റഫറിമാരാട്ടാ. അപ്പോൾ ഇതാണ് ആ വേദി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നിമിഷ നേരത്തേക്കുള്ള മൗനപ്രാർത്ഥനയിലൂടെ എല്ലാവരും കാര്യപരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ യൂണിഫോമിൽ തന്നെ അവർ വേദിയിൽ ഇരുന്നിട്ടുള്ളത്. ഓരോ ബെൽറ്റിലും ഇല്ല കുട്ടികൾ അതാത് ബെൽറ്റ് ധരിച്ചിട്ട് അവർ യൂണിഫോമിൽ ഇരുന്നിട്ടുണ്ട്. ഓരോ ജില്ലയിൽ നിന്ന് വന്ന കുഞ്ഞുങ്ങളും. അങ്ങനെ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. ഈ മക്കളെ പ്രകടനം കഴിഞ്ഞതിന് ശേഷമാണ് മത്സരം ആരംഭിക്കുക. അതിന് മുന്നായിട്ടുള്ള കുട്ടികളുടെ പ്രകടനങ്ങളാണിത്.
ശരിക്കും ഭക്ഷണം മത്സരിക്കുന്ന കുട്ടികൾക്കുള്ള ഭക്ഷണം ഇവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രക്ഷിതാക്കൾക്ക് നുഴഞ്ഞു കയറി കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കാം എന്ന രീതിയിൽ കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു. പക്ഷേ നുഴഞ്ഞു കയറിയിട്ടല്ല കേട്ടോ. ലാസ്റ്റ് ഭക്ഷണം ബാക്കിയായി കുറച്ച് രക്ഷിതാക്കൾ അങ്ങനെ പോയിട്ട് കഴിച്ചു. ആ സമയത്ത് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, മത്സരാർത്ഥികൾക്ക് മാത്രമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെന്താ പറയാനുള്ളത്, പിന്നെ ഉദ്ഘാടനമൊക്കെ നല്ല രീതിയിലാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ ജിംബ്രൂട്ടൻ നല്ല ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നു മത്സരം കാണാനും കളിക്കാനും ഒക്കെ. അങ്ങനെ അപ്പം നമ്മളെ മത്സരം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, തൈക്കോണ്ടോ, കരാട്ടെ, കുംഫു ഇങ്ങനെ കുറേ സംഭവം ഒരേ വിഭാഗത്തിൽ വരുന്നുണ്ടല്ലോ അല്ലേ. സെയിം എല്ലാത്തിൻ്റെയും യൂണിഫോം എല്ലാത്തിൻ്റെതും സെയിം ആണ് കാണാൻ നമുക്ക് തോന്നും. പക്ഷേ പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അതിപ്പോൾ മത്സരാർത്ഥികൾക്ക് അതാത് കാര്യത്തിൽ ചേർത്തവർക്ക് നമുക്കറിയാം. ഇപ്പോൾ ദിയ പ്രാക്ടീസ് ചെയ്യുകയാണത്. അങ്ങനെ ദിയേൻ്റെ മത്സരം തുടങ്ങാൻ പോവുകയാണ്. അത് ദിയ ഇതാ കളത്തിലിറങ്ങിയിരിക്കുന്നു. നീലയാണ് ദിയ. അങ്ങനെ ദിയേൻ്റെ മത്സരം കഴിഞ്ഞു എന്ന് പറയുമ്പം ഞാനിതിൽ 2 കുട്ടികളത് കൂടെ ഉള്ളത് ഞാൻ ഈ വീഡിയോയിലില്ല. അപ്പം 2ാം സ്ഥാനമാണ് ദിയക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മുടെ മാഷ് ഷാജി മാഷ് ഓളെ പരിശീലകൻ, അതായത് നമ്മുടെ തൈക്കണ്ട സ്ഥാപനത്തിലെ അധ്യാപകനാണ്. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാട്ടോ അപ്പോൾ കൊണ്ടത്. ഇതെന്ന് വെച്ചാൽ ഈ വക സാധനങ്ങൾ എവിടെ കണ്ടാലും കമഴ്ന്നടിച്ച് വീഴുന്ന ഒരു സാധനമാണ്. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടാൽ എന്നെ പിടിച്ച് വലിച്ചാലും ഞാൻ വരൂല. ഇതിപ്പം ദിയാണോ ഒറ്റക്കാക്കിയിട്ട് ഞാൻ പോയിട്ട് എടുത്ത വീഡിയോ ആണ് ഇത്. കാരണം എനിക്കിത് നല്ല വൃത്തിയിൽ എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഭാഗം മോളെ അപ്പുറത്താക്കിയതുകൊണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് എന്തെങ്കിലും വാങ്ങാൻ പറ്റുന്ന സാധനം ഉണ്ടോ നോക്കാൻ വേണ്ടി ഒന്ന് എത്തി നോക്കാൻ വന്നതാണ്. അവളെന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, അമ്മ മതി അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എന്തൊക്കെ ഈ സെറാമിക്കിൻ്റെ പോട്ട് ഇതുപോലെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഒരു കൗതുകം. വാങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ ഒരു കാസർഗോഡുകാരനുണ്ടായിരുന്നു, ഒരു കടക്കാരൻ. അപ്പം ഓൻ്റെ അടുത്ത് സംസാരിച്ചു, ചേച്ചി ഇങ്ങോട്ടേക്ക് വരുന്നോ സാധനം വാങ്ങാമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഇപ്പോൾ വരുന്നില്ല, പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ എനിക്ക് വരാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ആ സമയത്ത് ഒരു ബാഗ് വാങ്ങിയിനി, ഒരു ഹാൻഡ് ബാഗ് 250 രൂപ പറഞ്ഞിട്ട് എനിക്കത് 230 രൂപക്ക് തന്നു. പിന്നെ കുറേ എന്തൊക്കെയാണ് ചപ്പടാച്ചി സാധനങ്ങളൊക്കെ ഉണ്ട്. കുറേ ഗ്രന്ഥത്തട്ടൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയിട്ടുണ്ട്. ഞാൻ എത്ര വരാമെന്ന് ചോദിച്ചിട്ടില്ല. പമ്പരം നമ്മുടെ നൊസ്റ്റു, ഈ വക പമ്പരങ്ങളൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. വേറെ എന്തൊക്കെയോ നിങ്ങൾ പൊട്ടിയ സാധനം എടുത്തിട്ടായിരിക്കും പമ്പരം കറക്കി കളിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനത്തെ പമ്പരം ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. അങ്ങനെ മത്സരമൊക്കെ കഴിഞ്ഞ് നമ്മളവർക്ക് മെഡലൊക്കെ ഇട്ട് കൊടുത്തല്ലോ. മെഡലൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ റൂമിൽ പോയി ഫ്രഷായി. ഭയങ്കരമായിട്ട് സമയമൊന്നും കിട്ടിയിട്ടില്ല ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. നമ്മൾ ട്രെയിൻ കയറി, കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ കയറി. വിശാലമായ പാർക്കിംഗ് സൗകര്യം എന്നെല്ലാം പറയൂലേ, അത് കണക്കെ തന്നെ ഒഴിഞ്ഞങ്ങോട്ട് കിടക്കുകയാണ് നമ്മളെ ബോഗിയെല്ലാം. അങ്ങനെ കുട്ടിപ്പട്ടാളെല്ലാം ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നു. ബാക്കി ഉള്ള കുട്ടികൾ സെപ്പറേറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷെ നമ്മൾ പോകുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് പാക്കാക്കി. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ ജിംബ്രൂട്ടിനൊരു റെസിപ്പിയൊക്കെ പറഞ്ഞിരുന്നുണ്ട്. അച്ഛൻ കാറ്ററിങ്ങിൻ്റെ പണിയാണ്, അപ്പോൾ ഓന് അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയാം. ഈ പിക്ചർ എങ്ങനെയുണ്ട്? എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള വരകളൊക്കെ നമ്മളെ എയർപോർട്ടായിക്കോട്ടെ, നമ്മളെ റെയിൽവേ സ്റ്റേഷനൊക്കെ ആയിക്കോട്ടെ ഒന്നും കൂടി ഒന്ന് മോടി പിടിപ്പിക്കാൻ ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. പകൽ കണ്ട കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ രാത്രി കാഴ്ച നിങ്ങൾ കാണുന്നത് വ്യക്തമല്ല. ആ കാണുന്ന മിന്നുന്ന ലൈറ്റൊക്കെ കാണുന്ന സംഭവം ഉണ്ടല്ലോ, അത് എയർപോർട്ടിൻ്റെ കാഴ്ചയാട്ടോ.
അങ്ങനെ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. ഇത് കണ്ണൂരാണ്. ഇനി കണ്ണൂരിൽ നിന്ന് നേരെ നമ്മൾ തൃക്കരിപ്പൂരേക്ക്, അങ്ങനെ തൃക്കരിപ്പൂരിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെ പിന്നെന്താ പറയാനുള്ളത്, പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അങ്ങനെ സുനിയേട്ടൻ നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ബസ് സ്റ്റാൻഡിൽ. അങ്ങനെ മോൻ്റെ ഒന്നിച്ചും സുനിയേട്ടൻ ഒന്നിച്ചും ഞാനും മോളും കൂടെ നമ്മുടെ ഗ്രാമപ്രദേശത്തിലൂടെ നടന്ന് നമ്മുടെ താമസ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവർ വഴിയിൽ നിന്ന് വേറെ റിക്ഷയിൽ പോയി കേട്ടോ. ഇനിയിപ്പം സുനിയേട്ടൻ്റെയും മോനെയും കൂടെ നമ്മൾ നടന്ന് അങ്ങോട്ട് നീങ്ങാൻ പോവാണ് നമ്മുടെ സ്ഥലത്തേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ സന്ധിക്കുമ്പോഴേക്കും വണക്കം. ബൈ. അച്ചു.